ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വാവാ സുരേഷ് ഏട്ടൻ്റെ അറിയത്തിൽ ആരും ഉണ്ടാവത്തില്ലല്ലോ. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും കണ്ടപ്പോൾ നല്ല വിഷമം തോന്നി. നമുക്ക് ആ ഇൻ്റർവ്യൂ ഒന്ന് കാണാം. ഇങ്ങനെ ഒരാളോട് ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയും. കണ്ടുകൊണ്ട് മാറ്റി നിർത്തപ്പെടുക ആ അനുഭവങ്ങളുണ്ട്. അയ്യോ, നിങ്ങൾ ചോദിച്ചു. നമ്മൾ ഇന്ന് ഇരിക്കുന്ന ഡേറ്റ് നിങ്ങൾക്കറിയാം. ഇന്നലയ്ക്ക് മുന്നേ ഒരു ദിവസം ഒരാള് കൈയൊക്കെ കഴുകി ബാക്കിയുള്ള എല്ലാവരും ഷേക്കൻഡ് കൊടുത്തു, അവരെല്ലാം വാങ്ങി. പുള്ളി പെട്ടെന്ന് ഇങ്ങനെ കൈ തരാൻ പറ്റും, പെട്ടെന്ന് കൈ വലിച്ചിട്ട് പുള്ളി പെട്ടെന്ന് ബാക്കിലേക്കാണ്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ, ഒരു 4 ദിവസങ്ങൾക്ക് മുന്നേ, 4-5 ദിവസങ്ങൾക്ക് അല്ല, ഒരാഴ്ചക്ക് മുന്നേ ഞാനിതുപോലൊരു പാവനെ അതിരെ പിടിച്ചു. കൈയൊക്കെ സോപ്പിട്ട് വാഴക്കൊക്കെ കഴുകി. എന്നിട്ട് അത് എനിക്ക് 500 രൂപ തന്ന സമയത്ത് എൻ്റെ കയ്യിലേക്ക് ടച്ച് ചെയ്യാൻ സമയം പെട്ടെന്ന് കൈ കൊണ്ട് തരാൻ പോയിട്ട് പെട്ടെന്ന് കയ്യിലങ്ങ് ഇട്ടു. പിന്നെ പെട്ടെന്ന് കൈ വെച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെ വെളുപ്പാട്ടൊക്കെ ഉണ്ടാവുന്ന പിള്ളേരെ മക്കളെ സാധാരണക്കാരാണ് കേട്ടോ കൂടെ. കൊച്ചുമക്കളെ നമ്മൾ കൈയൊക്കെ സോപ്പിട്ട് കഴുകിയിട്ടായിരുന്നപ്പോൾ നമ്മൾ കൊച്ചുമക്കളൊന്നും തൊടാൻ കിട്ടുണ്ടായി. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പല സ്ഥലത്തും ചെല്ലുന്നത് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരു നെയ്യാറ്റിൻകരയ്ക്ക് അടുത്താണ്. നെയ്യാറ്റിൻകര പോകണ്ട, ഒരു അമ്പലത്തിനടുത്ത് എവിടെയാണെന്ന് എൻ്റെ ഓർമ്മ. ഒരുപാട് വർഷം പഴക്കമുണ്ട്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ ഒരു എഡ്യൂക്കേറ്റഡ് ആയ അമ്മയാണ് കേട്ടോ. അമ്മ അന്ന് അധ്യാപികയായിരുന്നു, റിട്ടയർഡ് ആയിരുന്നു, പ്രിൻസിപ്പളോ മറ്റേ എന്താ പറയുക, സ്കൂളിലെ HM എന്തോ ആയിരുന്നു, എനിക്ക് ഓർമ്മ വരുന്നില്ല. ആ അമ്മയുടെ അവിടെ വീട്ടിലൊരു പാമ്പ് വന്നു, വീടിൻ്റെ മുന്നിൽ മതിൽ പാമ്പ് വന്നു. ഞാനത് പോയി മതിൽ പൊളിച്ചു. ഏകദേശം എനിക്കൊന്നൊരു ഉച്ചയ്ക്ക് ഒരു 11:30 തുടങ്ങി ഒരു 6 മണിക്കാണ് കിട്ടുന്നത്. ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. ഞാനൊരു പണ്ടും എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു വീട്ടിൽ പോയി അങ്ങനെ ആഹാരം കഴിക്കില്ല. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ആഹാരം തരുന്നതുകൊണ്ട് ഇനി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള ചിന്ത എൻ്റെ ചെറുപ്പം മുതൽ എനിക്കത് ഉണ്ടാവും. അങ്ങനെ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പാത്രമൊക്കെ കഴിക്കാല്ല, ക്ഷീണിച്ച് വേർത്ത് ഇരുന്നു. അപ്പൊ ഞാൻ എനിക്ക് കുടിക്കാൻ വേണമെന്ന് വെച്ചു. അപ്പൊ കുടിക്കാൻ മക്കളെ ഇപ്പൊ കണ്ടാ കുടിക്കാനല്ല പോയിട്ട് അവർ വീട്ടിന്റെ പുറകിടെ പോയി വീട്ടിലെ പുറത്ത് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്നും ബക്കറ്റിൽ കിടന്ന മഗ് എടുത്ത് കഴുകി അതിലെനിക്ക് കുടിക്കാൻ വെള്ളം കിട്ടണം. വ്യക്തമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പൊ എൻ്റെ അവിടെ ജോലിക്കാരുണ്ട്. അപ്പോൾ ചേട്ടാ കുടിക്കില്ല, അത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന വെള്ളം കുപ്പി മഗ്ഗാണെന്ന്. അങ്ങനെ കുടിച്ചില്ല, കളഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും അൻപറ്റുള്ള സുഹൃത്തുണ്ടായിരുന്നു, ഏറ്റവും നല്ല സുഹൃത്താണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാനൊരു 10-12 വർഷം കൊണ്ട് ഞാൻ എൻ്റെ തിരുവോണം ഉണ്ണുന്നത് എൻ്റെ അമ്മയോടും അപ്പനോടൊന്നുമല്ല. തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു അനാഥ മന്ദിരത്തിലാണ്. അറിയപ്പെടുന്നത് വെച്ചാൽ അതിന്റെ തൊട്ടടുത്ത് പ്രമാദം ഒരു ക്ഷേത്രമുള്ളൂ, ആറ്റുകാൽ ക്ഷേത്രമാണ്. സത്യമായ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോകുന്ന ഭക്തജനങ്ങൾ അമ്മയ്ക്ക് 10,000-കണക്കിന് രൂപയും സ്വർണ്ണമൊക്കെ കൊണ്ട് കാണിക്കയിടാൻ പോകുമ്പോഴത്തേക്ക് ആ പോകുന്ന വഴിക്കുള്ള അനാഥ മന്ദിരമാണ് ആനന്ദ നിലയം. അവിടെ കുറേ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരെയൊന്നും മൈൻഡ് ചെയ്യാതെ ദൈവത്തിനും കൊടുത്തിട്ട് എന്താ നേടാൻ പോകുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. പാവപ്പെട്ട 10 പേർക്ക് ആഹാരം കഴിക്കും ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ അത്രയും പുണ്യമൊക്കെ ദൈവവും അനുഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതും കൂടി ശ്രദ്ധിക്കണം പോകുന്ന ആൾക്കാരെന്ന് എനിക്ക് പറയാം. അപ്പോൾ ഞാൻ തിരുവോണം 10 വർഷം അവിടെ നിന്നത്. അപ്പോൾ ഒരു തിരുവോണത്തിന് എന്നെ വിളിച്ച്, സുരേഷ് ഒരു കാര്യം ചെയ്യും, എൻ്റെ ഇന്നത്തെ തിരുവോണം എൻ്റെ വീട്ടിൽ ഞാൻ വരാൻ പറ്റില്ല, എനിക്ക് ഇതാണ് വലുതെന്ന്. അപ്പോൾ എല്ലാ അവിടുത്തെ മക്കൾ 11:45 എന്നെ പ്രതീക്ഷിക്കും എല്ലാ തിരുവോണത്തിനും. അപ്പൊ ഞാൻ കഴിച്ചു. ഞാനവിടെ ഇറങ്ങി, ഞാൻ വരാം, പായസം കുടിക്കാന്ന്. അങ്ങനെ ഞാൻ ചെന്നു, എന്നെ വിളിച്ച് വീട്ടിന്റെ വരാന്തയിൽ ഇരുത്തി. ഞാൻ ഇരുന്നു. പായസം എടുക്കാന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. 3/2 മണിക്കൂറായി, 3/4 മണിക്കൂറായി, പായസം കണ്ടില്ല, ആരെയും കാണുന്നില്ല. അപ്പൊ ഞാൻ വെറുതെ അഴിച്ച് അടുക്കളയിലേക്ക് പോയി. അപ്പോൾ ഒരു അകത്തുണ്ട്. അപ്പൊ ഞാൻ വലിയ ഗ്ലാസ്സുകളല്ല, ഇങ്ങനെ ഒരു 100ഓളം ഗ്ലാസ്, 10-50ഓളം ഗ്ലാസ്സുകൾ വീടിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ മോനെ മാത്രമല്ല, മോൻ വെളിയിൽ നിന്ന് ഓടി വരുന്നു, മോൻ ബാക്കിലത്തെ എവിടെയോ ഒരു കടയിൽ പോയി ഡിസ്പോസിബിൾ ഗ്ലാസ് കൊണ്ടുവന്നു എനിക്ക് പായസം തന്നു. അപ്പൊ ഞാനത് കുടിച്ചു. എനിക്ക് മനസ്സിലായി അങ്ങനെയാണ്. അപ്പൊ ഞാൻ ആ ഡിസ്പോസിബിൾ ഗ്ലാസ് തന്നെ കുടിച്ചിട്ട് എല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ അത് കളയാതെ മടക്കി എൻ്റെ പോക്കറ്റിട്ട് കിട്ടിക്കൊണ്ടു ഡിസ്പോസിബിൾ ആണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. പക്ഷെ അന്ന് എനിക്ക് അവരുടെ ഇടുങ്ങിയ മനസ്സായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആ കാലഘട്ടത്തിൽ പാമ്പിലുള്ള അറപ്പോ വെറുപ്പോ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ടൊന്നും ഞാൻ വലിയ സംഭവമായിട്ട് കാണാം. ഒരുപാട് അനുഭവം. ഈ പാമ്പുകളുടെ പാഷൻ